മുഖ്യമന്ത്രിക്ക് ഏറ്റുമാനൂർ പോയി മോൻ കൊടുത്തതാണ്. ഇതുവരെ അതിൻ്റെ ഒന്നും വന്നിട്ടില്ലായിരുന്നു ഇങ്ങോട്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് വഴിയില്ലാതെ ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ വല്ലവരുടെയൊക്കെ വഴിയാക്കൂടെയാണ് കയറി ഞങ്ങൾ വീട് വഴിയിലോട്ടൊക്കെ പോവുകയും പള്ളി പോവുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ആശുപത്രി വഴി പോകണത് അപ്പുറം ഒരു ഓട്ടോ വരും. ഓട്ടോയിലെടുത്തുകൊണ്ടൊക്കെ എന്നെ കൊണ്ടുപോയതും ഞാൻ പോകുന്നതൊക്കെ ആയിട്ട്. നീണ്ടൂർ ഓണംതുരുത്ത് സ്വദേശിനി അന്നമ്മ ജോസഫ് കഴിഞ്ഞ കുറച്ചു നാളായി കിടപ്പിലാണ്. വയസ്സ് 73 കഴിഞ്ഞു. എണീറ്റ് നടക്കാൻ കഴിയുന്ന പ്രായത്തിൽ വീട്ടിലേക്കുള്ള നടപ്പാതയ്ക്കായി പലതവണ പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങിയിട്ടുണ്ട് അന്നമ്മ. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല. ഈ കാണുന്ന ഓട നേരെ ചെന്നെത്തുന്നത് പഞ്ചായത്ത് റോഡിലേക്കാണ്. ഈ ഓട സ്ലാബിട്ട് നടപ്പാതയാക്കണമെന്നായിരുന്നു അന്നമ്മ ജോസഫിന്റെ പ്രധാന ആവശ്യം. നവകേരള സദസ്സിൽ ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടും ഒന്നും ഉണ്ടായില്ല. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഏറ്റുമാനൂരിൽ നടന്ന നവകേരള സദസ്സിൽ അപേക്ഷ നൽകാൻ അന്നമ്മയും ഭിന്നശേഷിക്കാരനായ മകൻ ബിജുവും എത്തിയത്. ഒരു കുഞ്ഞുള്ളതിന് സൈക്കിൾ പോലും കൊണ്ടുവരാൻ വഴിയില്ലായിരുന്നു. വല്ല വഴിയെ കൂടെയൊക്കെ അത് കൊണ്ടുവന്നുകൊണ്ടിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. കാണാൻ അവരുടെ ഇടതരുവോ നമുക്ക് ഈ ഇടവഴി ഇട്ടാൽ ഒക്കുവോ? ഈ അങ്ങനെ ഇങ്ങോട്ടും ആരും തരാൻ തയ്യാറുള്ളവരല്ല. അവരൊക്കെ ഓരോ കംപ്ലൈൻറ്റ് കയ്യാലെ വെച്ചിട്ട് മുഴുവനും അപ്പുറത്തുകാരും ഇപ്പുറത്തുകാരും ഒക്കെ വെച്ചിട്ട് ശരിയാക്കിയിട്ടില്ല. കാരണവന്മാർ പോവുകയും ചെയ്ത് കൊടുത്തിട്ടൊന്നും നമുക്കൊന്നും പഞ്ചായത്തിൽ നിന്നുമില്ല, എങ്ങൊന്നുമില്ല. എല്ലായിടത്തും കൊടുത്തതാണ് കൊച്ച്. അങ്ങനെ ഇവിടെയായിട്ട് കിടക്കുന്നത്. വീട്ടിലേക്കുള്ള വഴിയാണ് പ്രശ്നം. ആ പ്രശ്ന പരിഹാരത്തിനുള്ള വഴിയാണ് അന്നമ്മയ്ക്ക് മുന്നിൽ തുറക്കാത്തതും. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജ് ടി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.